ഇന്ന് നമ്മുടെ ഗ്രൂപ്പിൽ വന്ന ഒരു മാലയുടെ കേന്ദ്രപ്രകാരം എൻ്റെ കഴുത്തിൽ കിടന്ന ഒരു മാല ഞാൻ ചെക്ക് ചെയ്യുകയുണ്ടായി. ഇത് ചെമ്മണ്ണൂരിൽ നിന്ന് എടുത്താണ്. ഇതിപ്പോൾ എടുത്തിട്ട് ഇപ്പോൾ 1.5 വർഷമായി. ഇപ്പോൾ കല്യാണത്തിന് വേണ്ടി എടുത്താൽ അത് അവിടെയും ഇതിനകത്തിൽ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. ചെമ്മണ്ണൂരിൻ്റെ സാധനമൊക്കെ അടിച്ചിട്ടുണ്ട്. ഇതിനകത്തിൽ ഞങ്ങൾ ചെക്ക് ചെയ്തതിൽ 2 കണ്ണി മാത്രമേ ഉള്ളൂ. 2 കണ്ണി കണ്ടോ, 2 കണ്ണിയാണ് ഇതിനകത്തിൽ ഞങ്ങൾക്ക് സാധനം കിട്ടിയത്. ബാക്കി ഒരു കുഴപ്പമില്ല. മാഗ്നറ്റ് ചെക്ക് ചെയ്തപ്പോൾ. പക്ഷെ എല്ലാം അടുത്ത വേറൊരു മാല ചെക്ക് ഞങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇപ്പുറത്ത് നമ്മൾ മൂകാംബികയിൽ നിന്നും എടുത്ത വേറൊരു മാലയോടെ ഞങ്ങൾ ചെക്ക് ചെയ്തു. പക്ഷേ ഒരു കുഴപ്പമില്ല, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ സാധനമുണ്ട്. അപ്പോൾ ഇതിനകത്തിൽ എല്ലാം ഒന്നും സ്വർണത്തിൻ്റെ മയം ആണെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും പറ്റിക്കുന്നതിന് ഒരു പരിധിയൊക്കെ ഇല്ലേ. ഇതിനകത്തിലിപ്പോൾ ചെമ്മണ്ണൂരിൽ നടക്കുന്നുണ്ടോ, ഒറിജിനൽ ഇരുമ്പ് തൂക്കി പിടിച്ചെടുത്ത് കണ്ടില്ലേ. ഒരു കണ്ണി മാത്രം ദേ കണ്ടോ, ആ ഒരു കണ്ണി മാത്രമാണ് മാഗ്നറ്റെ പിടിച്ചെടുക്കുന്നത്. ആ കണ്ണി മാത്രം. എന്തായാലും ഈ വീഡിയോ ഇട്ട സുഹൃത്തിന് നന്ദി. ഇപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ ചെമ്മണ്ണൂരോട്ട് പോവാണ്. ബാക്കി അപ്ഡേഷൻസ് പുറകാലെ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും ചെമ്മണ്ണൂരിൻ്റെ അതിൻ്റെ ഒരു ലേബൽ ഇതിലുണ്ട്. ഇതിൻ്റെ ഒരു ലേബല് ചെമ്മണ്ണൂരിൻ്റെ ഇതിൽ അടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ ചെമ്മണ്ണൂരിൻ്റെ ലേബല് കാണാൻ പറ്റത്തില്ല. എങ്കിലും ചെമ്മണ്ണൂരിൽ നിന്നാണ് ഞങ്ങൾ ഇത് വെച്ച് നോക്കി, ലെൻസ് വെച്ച് നോക്കി, കാണാൻ പറ്റത്തില്ല. എങ്കിലും ഈ വീഡിയോ ഇട്ട സുഹൃത്തിന് വളരെയധികം നന്ദി. താങ്ക് യു. വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് അഫ്സൽ ആൻഡ് ജോമാൻ.